നമസ്കാരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം വിധി എഴുതിയ തൃശൂരിൽ ഇപ്പോഴിതാ ഒരു കൊടുങ്കാറ്റ് തന്നെ സംഭവിച്ചിരിക്കുന്നു. ബി.ജെ.പിയുടെ സ്വന്തം സുരേഷ് ഗോപി 55,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ കൂടി വിജയമായി ഇതിനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായും ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തോട് തന്നെയാണ് തൃശൂർ യെസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ LDF-ഉം UDF-ഉം മാറി മാറി ലീഡ് ചെയ്ത മണ്ഡലത്തിൽ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതൽ NDA ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇടത് ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബി.ജെ.പിക്ക് അനുകൂലമായി സുരേഷ് ഗോപിക്ക് വോട്ട് നൽകിയിട്ടുണ്ട്. UDF-ന്റെ ഉറച്ച വോട്ടുകൾ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തന്നെ വന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, തൃശൂരിൽ കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് പോയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ചുക്കാൻ പിടിച്ച ഒരു മണ്ഡലമായിരിക്കാം ഒരുപക്ഷെ തൃശൂർ എന്ന് പറയുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ സമുദായ നേതാക്കളുമായി ഒക്കെ ബി.ജെ.പി അടുത്ത് വരുന്നത് വളരെ പരിഹാസത്തോടു കൂടിയാണ് കേരള രാഷ്ട്രീയം പുച്ഛിച്ചു തള്ളിയത്. പക്ഷേ അതിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഏകദേശം 10,000-15,000 വോട്ടിന് മാത്രമേ സുരേഷ് ഗോപി വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞവർക്കാണ് ഇപ്പോൾ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ട് തന്റെ കരുത്ത് സുരേഷ് ഗോപി കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയതോടെയാണ് സഹോദരനായ K. മുരളീധരനെ വടകര വിട്ട് തൃശൂരിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് നമുക്കറിയാം. മുൻ മന്ത്രി കൂടിയായ സുനിൽകുമാറിനെ LDF രംഗത്തിറക്കിയതോടെ മത്സരം കനക്കുകയായിരുന്നു. പക്ഷേ ബി.ജെ.പി തുടക്കം മുതൽ തന്നെ വലിയ വിജയ പ്രതീക്ഷ തൃശൂരിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. എന്തായാലും വലിയ ചരിത്ര നിമിഷം തന്നെയാണ് കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പിറന്നിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പി ആദ്യമായി താമര വിരിയിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പി ചരിത്ര നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്, അതും സ്വന്തം സുരേഷ് ഗോപിയിലൂടെ. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.